ഇന്ന് നമ്മളൊരു താളും പുളേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കരിന്താളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ കരിന്താൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ നാര് കളയണം നമ്മൾ. അപ്പോൾ അത് നാര് കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മൺകലത്തിലേക്ക് ഇടുക. ഞാൻ മൺകലത്തിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ കുക്കറിലോ ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം. ഞാൻ മൺകലത്തിലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മൺകലത്തിലേക്ക് വെച്ചിട്ട് ഇച്ചിരി ഒരു വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഈ താളിന്ന് വെള്ളം ഇറങ്ങുന്നതാണ്. ഇപ്പോൾ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറമ്പിൽ നിന്ന് 3-4 പൂള പറിച്ചിനും അതും കൂടി എടുത്ത് പിന്നെ അതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, പച്ചമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതും കൂടി അരച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളി വേണം. ഇത് നമുക്ക് ചൊറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പുളി നല്ല വെള്ളത്തിൽ ഇച്ചിരി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഈ വെന്ത് വന്ന താളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് കുരുമില്ലാത്ത പുളി ആയത് കൊണ്ടാണ് ഞാൻ പുളി അടക്കം അതിലേക്ക് ഇടുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ നീര് മാത്രമാണ് എടുക്കുക. പിന്നെ നമുക്ക് ഇതൊന്ന് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിക്കുക. ഞാൻ ആ കടുക് പൊട്ടിക്കുന്നതിലേക്ക് തന്നെയാണ് കേട്ടോ തേങ്ങ ഇട്ട് മൂപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അത് മൂപ്പിച്ചെടുക്കുക. പിന്നെ എന്നിട്ടിത് താളിലേക്ക് ഒഴിക്കുക. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഈ സമയം കൊണ്ട് ഞാൻ കപ്പ വേവാൻ വെച്ചിരുന്നു. 2-3 വിസിലടുപ്പിച്ച്, കുറച്ച് കപ്പയല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. നല്ല വെന്ത കപ്പ നമുക്ക് നല്ലോണം ഉടച്ചിട്ട് ഈ താളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.